സത്യമാണോ? ഓണമൊക്കെ അല്ലേ, നമുക്ക് കുറച്ച് ചിപ്സ് ആയാലോ? ചിപ്സ് വേണോ? ആ വേണം. നമുക്ക് ചിപ്സ് ഉണ്ടാക്കുന്നത് ഫ്രഷ് ആയിട്ട് കാണാൻ പോയാലോ? പക്ഷേ ആദ്യം സ്ഥലം എവിടെയാണെന്നറിയണ്ടേ? ഈ സ്ഥലം വരുന്നത് നമ്മുടെ വെണ്ണല ജംഗ്ഷനിൽ നിന്ന് NH കട്ട് ചെയ്യുന്ന പുതിയ റോഡിലാണ് വരുന്നത്. കടയുടെ പേര് 2 Star Bakers. നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല ചൂട് ചിപ്സ് ഉണ്ടാക്കുന്ന കാണാൻ പോകാം. അപ്പോൾ നമ്മുടെ ചിപ്സും കാര്യങ്ങളും അല്ലാണ്ട് നമുക്ക് നോർമലായിട്ട് ബേക്കറീസിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും പല വെറൈറ്റി ഓഫ് ഡിഷസ് പലഹാരങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചിക്കൻ റോളുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ചിക്കൻ വെജ്, എഗ്ഗ്, എല്ലാ വെറൈറ്റിയിലുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ഇൻഹൗസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പല വെറൈറ്റീസ് ഓഫ് കേക്ക്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കപ്പ് കേക്ക്സും ഈ ഡോണറ്റ്സും ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടുത്തെ തന്നെ അവനിൽ, ഇവരുടെ ഈ ഷോപ്പിൻ്റെ ബാക്കിലുള്ള കിച്ചണിൽ ഇവരുടെ തന്നെ അവനിൽ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് അപ്പം തന്നെ ഇവരിവിടെ സെല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇനി ബാക്കി സ്വീറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലഡു ഉണ്ട്, മൈസൂർ പാക്ക് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ജലേബീസ് ഉണ്ട്, അലുവ ഉണ്ട്. എല്ലാം നല്ല ഫ്രഷും ടേസ്റ്റിയും ഹൈ ക്വാളിറ്റിയുമാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിസ്ത ഉണ്ട്, കാഷ്യൂ ഉണ്ട്, ബദാം ഉണ്ട്. കാഷ്യൂ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോൾട്ടഡ് ഉണ്ട്, അൺസോൾട്ടഡ് ഉണ്ട്, റോസ്റ്റഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഹൗസ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുക്കീസും തൊട്ട് നമ്മുടെ റസ്ക് വരെയാണ് ഈ കടയിലുള്ളത്. ഈ കട എൻ്റെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, റഷീദ് എന്നാണ് അങ്കിളുടെ പേര്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ സ്നാക്കിംഗ് മഞ്ചിങ് ഐറ്റംസ് ആയ നമ്മുടെ മിക്സ്ചർ, മുറുക്ക്, ഇപ്പോൾ ഈ ഫേമസ് ആയിട്ട് മിക്കവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ടൊമാറ്റോ മുറുക്ക്. ഇതൊക്കെ നമുക്ക് വെയിറ്റ് അനുസരിച്ച് എടുക്കാം. അതല്ലാണ്ട് നമുക്കിവിടെ കാണുന്ന പോലെ പ്രീ പാക്ഡ് ആയിട്ട് സോർട്ടഡ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ നോർമൽ ബേക്ക് ചെയ്ത കുക്കീസും അതിനനുസരിച്ചുള്ള ബിസ്ക്കറ്റ്സുമാണ് ഇവിടെ കാണുന്നത്. ഹലോ, ഇതൊക്കെ കണ്ടോ? ഈ ബ്രെഡും ബണ്ണും നമ്മുടെ ഈ ടൈപ്പ് വലിയ ദിൽഖുഷ്, ഇതെല്ലാം സ്വീറ്റ്സ്, ഇതെല്ലാം ഇവിടെ നമ്മുടെ ബാക്കിലുള്ള അവനിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ബ്രെഡ് തൊട്ട് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ആയിട്ടുള്ള സ്വീറ്റ് ബൺസും ബ്രെഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ബാക്കിൽ നിന്ന് വരുന്ന ആ ഒരു മണം ഉണ്ട്. എൻ്റെ പൊന്നെ, ആ ബ്രെഡ് ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്യണ ആ ഒരു അരോമ സഹിക്കാനേ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ റോട്ടിൽ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ നല്ല ഫ്രഷ് ഇവിടുത്തെ ബേക്കറി സ്മെല്ല് അത് നല്ലോണം അടിച്ച് കയറുന്നതാണ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ 2 Star ബേക്കറിയിൽ നമ്മുടെ നോർമൽ ബേക്കറി ഐറ്റംസ് അല്ലാണ്ട് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ആയാലും സ്നാക്സ് ആയാലും നമുക്ക് വേ ചെയ്തെടുക്കാം. അതല്ലാണ്ട് പ്രീ പാക്ക് ആയിട്ട് ഗ്രാംസിലുള്ളത് ഓൾറെഡി അവൈലബിൾ ആണ്. ഇവർ ഇതുമല്ലാണ്ട് കേക്ക്സും അതുപോലെ തന്നെ കേക്ക് കസ്റ്റം ഓർഡേഴ്സും ചെയ്യും. നമ്മളിന്നിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് എഗ് പഫ്സ് ഉണ്ട്, നമ്മുടെ ക്ലാസിക്, പിന്നെ ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലറ്റ്, വെജ് സാൻഡ്വിച്ചും ചിക്കൻ ഫ്രൈഡ് റോളും. നമ്മൾ ഇന്നിവിടെ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അതിനു മുന്നേ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറയാം. ഈ പഫ്സ് ഇല്ലേ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം എപ്പോൾ വന്നാലും നല്ല ചൂടോടെ അവനിൽ നിന്ന് എടുത്താണ് അവർ തന്നെ. ഞാൻ ഒന്ന് പൊളിച്ചു നോക്കി എന്ത് ഫ്ലേക്കാന്ന് നോക്കാം. എന്ത് ഫ്ലേക്കാന്ന് നോക്ക്. നല്ല ഫീലിംഗും ഉണ്ട്. പേസ്ട്രി ആണെങ്കിലും ഇതിന്റെ പഫ് പേസ്ട്രി ആണെങ്കിലും നല്ല ഫ്ലേക്കിയാണ്. അതാണ് പറഞ്ഞത്, ഇവിടുത്തെ പഫ്സ് ഭയങ്കര ഒരു ഫേമസ് സാധനമാണ്. ആ ഒരു ചൂടോടെ നമുക്ക് കിട്ടണത്, ആ ചൂട് കൂടുമ്പോൾ നമ്മുടെ ആ മസാലയുടെ ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങി വരും. ആ എഗ്ഗിന്റെ യോക്ക് ഉൾപ്പെടെ നമ്മുടെ മൗത്തിലോട്ടങ്ങ് മെൽറ്റ് ആയി പോവാണ് ഇവിടുത്തെ. അതാണ് മെയിൻ സ്പെഷ്യാലിറ്റി. നമുക്കിനി ബാക്കി ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട് ഇവിടെ. കട്ട്ലറ്റിലൊക്കെ നല്ലപോലെ ചിക്കൻ ഉണ്ട് ഇതിനകത്ത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്പൈസി ആട്ടോ, നല്ല മസാലയുടെ ഫ്ലേവർ ഉണ്ട്, ഒട്ടും ബ്ലാൻഡ് അല്ല. അതിലെ പൊട്ടറ്റോസ് ആണെങ്കിലും എല്ലാം നല്ല മസാലയിൽ ഇട്ടിട്ട്
കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു നല്ലൊരു ഫ്ലേവർ വരും. എന്നുവെച്ചാൽ നമ്മുടെ ഇതുപോലെ ഈക്വൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ചിക്കൻ ഓവറും അല്ല കുറവല്ല, അതുപോലെ മസാല ഓവറും അല്ല കുറവല്ല, കറക്റ്റ് ആണ്. ഇനി ഇത് ചിക്കൻ സമൂസ നമുക്ക് ട്രൈ ചെയ്യാം. ആ ക്രഞ്ച് കേട്ടോ നിങ്ങൾ, അതൊന്ന് ടേസ്റ്റ് ചെയ്തോ. So good, so damn good. ഒന്നും പറയാനില്ല. One of the best samosas I've ever had. ഇത് നമ്മുടെ നോർമൽ ടിപ്പിക്കൽ ആ ക്രിസ്പി ഔട്ടിങ് മാത്രമല്ല, ഒരു സോഫ്റ്റ് കോട്ടിങ് കൂടിയാണ്. അതാവുമ്പോൾ നമുക്ക് കടിച്ചെടുക്കാനായാലും, ഞാനത് തുറന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ജ്യൂസിയും കൂടിയാണ് ഇതിൽ ഫില്ലിങ്. നമ്മുടെ വെജ് സാൻഡ്വിച്ച്, ഇതിനകത്ത് ഫില്ലിങ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലപോലെ വെജീസും മേയോയും സോസും ഒക്കെ ഇട്ടിട്ടാണ് തന്നേക്കണേ. ഈ പുറത്തെ ബണ്ണുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതും ഈ ബണ്ണും ഇവിടെ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്ത് ഒരു ബൈറ്റ് എടുത്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബൈറ്റിലല്ല, ബ്രെഡ് ഒന്നുമല്ല, നമുക്ക് ഡയറക്റ്റ് ഫില്ലിങ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫുൾ നിറച്ചിനകത്ത് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. അതൊരു ഈക്വൽ പ്രൊപ്പോർഷൻ, എല്ലായിടത്തും ഒരു ഈക്വൽ സ്പ്രെഡ് ആണ് ഫില്ലിങ്. അപ്പൊ നമ്മൾ സാധാരണ കടിക്കുന്ന ഒരു സ്ഥലത്ത് ബണ്ണും ഒരു സ്ഥലത്ത് കൂടുതൽ ഫില്ലിങ്, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല. ഈ വെജീസിന്റെ ആ ക്രിസ്പിനെസ്സും ആ ബണ്ണിന്റെ സോഫ്റ്റ്നെസ്സും നല്ല പ്രൊപ്പോർഷനിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് പോകുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ പോണതാണ് നമ്മുടെ മീറ്റ് റോള്, ചിക്കൻ റോൾ. ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ്? ഉള്ള കാര്യം പറയാലോ, നമ്മള് എവിടെന്നെങ്കിലും ഒക്കെ നോർമലി ചിക്കൻ റോളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഫുൾ ബ്രെഡിങ് ആയിരിക്കും പുറത്ത്, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നിറച്ചും സവാള ആയിരിക്കും. ഇത് അങ്ങനെയൊന്നുമല്ല. ചിക്കൻ അതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ബ്രെഡിങ് ഒട്ടും തിക്കല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എടുക്കാൻ നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാം. കുറച്ച് നേരം വിശന്ന് കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം, കഴിച്ചിട്ട് ഒന്നാമത്തെ വിശപ്പും കൂടിയാ, എന്നാലും ആ മീറ്ററുള്ള ടേസ്റ്റ് അവന് ശരിക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളിയാട്ടോ. നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയാണ്. നമുക്കിനി നമ്മുടെ ഓണം വിശേഷം എന്താന്ന് പറയാം, നമുക്ക് അങ്ങോട്ട് വിടാം. അപ്പൊ നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ടാണല്ലോ ഇവിടെ വന്നേ. അപ്പൊ അതിന് വേണ്ടിയായിട്ടുള്ള നമ്മുടെ ശർക്കര വരട്ടിയും ചിപ്സും ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ 200 ഗ്രാംസിന്റെ ചിപ്പും ശർക്കര വരട്ടിയും, അതുപോലെ തന്നെ ഹാഫ് kg എന്ന് വെച്ചാൽ 500 ഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവരിത് ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ പാക്ക് ചെയ്തിട്ട് ഇവിടെ വിൽക്കാൻ വേണ്ടി വെക്കുന്നതാണ്. 200 ഗ്രാംസിന്റെ ഉണ്ട്, 500 ഗ്രാംസിന്റെയും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഓണം സീസൺ കുറച്ച് സദ്യയുടെ ഒപ്പം അടിപൊളിയാക്കാനായി ഇവിടെ നമ്മൾ 2 സ്റ്റാറിലോട്ട് പോരാ. ഇവിടുത്തെ ചിപ്സും ഓഫേഴ്സ് ഒക്കെ എന്തെടുക്കുക, ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് എന്തായാലും നമ്മൾ ട്രൈ ചെയ്യണം. നമ്മളിവിടെ ഭയങ്കര ഫ്രഷ് ആണ്, നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടു. സോ എല്ലാവർക്കും ഒരു വെരി സ്പെഷ്യൽ ഹാപ്പി ഓണം.